കിറ്റ് ലോവർ ചെയ്യാനുള്ള പദ്ധതിയാണ്. അപ്പോൾ അതിനുള്ള വെൽഡിംഗ് ഉണ്ട്. പെർഫെക്റ്റ് ആണ് ഗൈസ്, നോ സീൻ, പക്കയായിട്ടാണ് വണ്ടി ഓടുന്നത്. ഞാനിപ്പോൾ നേരെ ചെല്ലുന്ന പോലീസ് സ്റ്റേഷൻ്റെ വാതിക്കേലുണ്ട്. അത് ഞാൻ കൺട്രോൾ റൂം വെഹിക്കിൾ. സോ ഹേ ഗൈസ്, ഇറ്റ്സ് മീ ശിവ. യു ആർ വാച്ചിങ് ടെക് ആൻഡ് വ്ലോഗ് മലയാളി യൂട്യൂബ് ചാനൽ. ഫേസ്ബുക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നിങ്ങൾ തമിഴ്നാട്ടിലുള്ള ഡെയിലി ഒബ്സർവേഷൻ ആൻഡ് ഈ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ കുറച്ച് വെൽഡിംഗ് ഉണ്ട്. കിറ്റ് ലോവർ ചെയ്യാനുള്ള പദ്ധതിയാണ്. അപ്പോൾ അതിനുള്ള വെൽഡിംഗ് ഉണ്ട്. പിന്നെ ഇതിന് RCയുടെ ടെയിൽ വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള വെൽഡിങ് അടിക്ക് പോവാണ്. അപ്പം അതിൻ്റെ ടെയിലിൻ്റെ ഇത് ബനത്തിട്ടിരിക്കുന്നു. സോ നമുക്ക് ഇന്ന് ഇതൊക്കെ തന്നെയാണ് പരിപാടി. ഇതൊന്ന് ഫ്രണ്ടൊന്ന് വെൽഡ് ചെയ്യണം. പിന്നെ ബാക്കിൽ ആ ക്യാരിയറും വെക്കണം. തട്ടിയത് വേറെ നല്ല വയേഴ്സ് ഒന്നും ഇങ്ങനെ ആരും മൈൻഡ് ചെയ്യണ്ട. നമ്മൾ കിറ്റ് വെക്കുമ്പോഴത്തേക്ക് അലയും ചെയ്യും വൃത്തിക്ക്. അപ്പം ഇതൊന്ന് ലൈറ്റിലോട്ട് കൊണ്ടുപോകും. അപ്പം നമുക്കിത് ഓടിച്ചുകൊണ്ട് എങ്ങനെ ഉണ്ടെന്നുള്ളതോടെ ഞാൻ പറയാം. ഫ്രണ്ട് ബ്രേക്കൊക്കെ പക്കയാക്കിയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. വണ്ടി സ്റ്റാർട്ടാകാനായിട്ട് വണ്ടിയുടെ സൗണ്ട് കാരണം ഞാൻ സംസാരിക്കുന്നത് കേൾക്കാവോ എന്നറിയത്തില്ല. അത്യാവശ്യം ലൗഡാണ് വണ്ടി. വണ്ടിയിൽ ആക്രോഫോബിക്കിൻ്റെ എക്സോസ്റ്റ് ആയിരിക്കുന്നത്, അതുകൊണ്ട് അത്യാവശ്യം ലൗഡായിട്ടിരിക്കുന്നത്. പ്രോപ്പർ റണ്ണിങ് ആണ്, കൈ വിട്ടാൽ സീനൊന്നുമില്ല, പക്കയായിട്ട് പോകുന്നുണ്ട് വണ്ടി. പെട്രോളാണ് നമുക്ക് കിട്ടിയതിൽ ഏറ്റവും വലിയ പോസ്റ്റ്. കാരണം നമ്മുടെ ഈ ടാങ്കിൻ്റെ അടപ്പ് ജാമായി. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് അത് പൊട്ടിച്ച് അഴിച്ച് ഇപ്പം പെട്രോൾ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒരു പേപ്പർ വെച്ച് അഡ്ജസ്റ്റ് വെച്ചേക്കുക. വണ്ടി അത്യാവശ്യം ഫ്ലിക്കിയൊക്കെ തന്നെയാണ്, കയ്യിൽ നിന്ന് പോകുന്നൊന്നുമില്ല എന്നുള്ളത്. ഇൻ കേസ് പുറയിൽ കാറ്റില്ല എന്നിട്ട് പോലും ഇത്രയും പൊളിയാണ് ഓടിക്കാനായിട്ട്. രണ്ട് ബ്രേക്ക് പ്രോപ്പർ വർക്കിംഗ് ആണ്. ഇനി സ്പീഡോമീറ്റർ വർക്കാവുമെന്ന് ചോദിച്ചവർക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡോമീറ്റർ വർക്കാവും. ഡ്യൂക്കിൻ്റെ സെൻസർ നമ്മുടെ സെൻസർ ഏകദേശം സെയിം തന്നെയാണ്. അപ്പം ഞാൻ അതിൻ്റെ കണക്ഷൻസ് എല്ലാം കൊടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ മീറ്ററൊക്കെ വരുമ്പോൾ അതിൻ്റെ ഫർദറായിട്ടുള്ള റിസൾട്ട് എന്നാന്നുള്ളത് അറിയത്തുള്ളൂ. നിങ്ങൾക്ക് വ്യൂ എന്താ കിട്ടുന്നെന്നുള്ളത് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ഇത് ഒത്തിരി മുന്നോട്ട് കിടന്നേ ഇരിക്കുന്നതുകൊണ്ടേ നമുക്ക് ഏതായാലും ജസ്റ്റ് ഒന്ന് മെയിൻ റോഡിലോട്ടൊന്ന് കയറിയിട്ട് അതോടെ ഇറങ്ങിയേക്കാം. ഓവറായിട്ട് മെയിൻ റോഡിൽ കാണാൻ പറ്റില്ല. കാരണം ഫ്രണ്ട് വോബിളിങ് വല്ലതും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ മെയിൻ റോഡിലോട്ട് കയറുന്നത്. ആൾക്കാരൊക്കെ നോക്കുന്നു ഇത് ഏതാ വണ്ടി എന്നാണ് ആൾക്കാർ നോക്കുന്നത്. കാരണം USB 4 ഉണ്ട്, ഫ്ലിപ്പ് ഫോൺസ് ഉണ്ട്, പക്ഷേ പൾസർ എന്നൊക്കെ പേര് എഴുതിയേക്കുന്നു. പെർഫെക്റ്റ് ആണ് ഗൈസ്, നോ സീൻ, പക്കയായിട്ടാണ് വണ്ടി ഓടുന്നത്. ഓബ്ലിങ്ങിൻ്റെ പ്രശ്നമോ അങ്ങനൊന്നും ഇല്ല കേട്ടോ. എടാ 100 ഞാൻ പോവാണോ? വണ്ടി വിട്ടി കഴിഞ്ഞ് പോവാണോ? അതേടാ, ഇതിൻ്റെ കുറച്ച് പരിപാടി. ഇതൊന്ന് ഓടിച്ചു നോക്കി എങ്ങനെ ഉണ്ടെന്ന് പറയണമെന്ന് കുറേ പേര് പറഞ്ഞു. അപ്പോൾ മെയിൻ പോസ്റ്റ് എന്നാണെന്നറിയോ, എൻ്റെ താങ്ങൽ ലോക്ക് തുറക്കത്തിന് അടച്ചേക്കല്ലേ, അടയരുത്. അതേടാ, ഓണാക്കിയിട്ടേക്ക് വന്നോ, ഓണാക്കിയിട്ടേക്ക്. പിന്നെ ഞാൻ പ്രഭുവിനാക്കാം പോരെ. എടാ തടിയാ, ഒരു ആക്രമണം എടുക്കട്ടെ, വേണോ? ഒന്ന് കിട്ടിയത് പോരെന്ന്. എന്നാ കഴിഞ്ഞോ? ഡ്യൂട്ടി കഴിഞ്ഞോ? ഇനി പരിപാടി വേടാ, പരിപാടി എന്നാ ഇതൊക്കെ തന്നെ. യാ ഗൈസ്, നിന്നെ ഞാൻ വൈറലാക്കും. പോയിക്കോടാ. സസ്പെൻഷനൊക്കെ പക്കയാട്ടോ, ഒരു സീനും ഇല്ല. വണ്ടിക്ക് വോബിളിങ് അങ്ങനൊന്നും ഇല്ല.
പക്കയായിട്ട് സസ്പെൻഷൻ ആവുന്നുണ്ട്. ബാക്കിൽ കാറ്റ് കുറവാന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും. ദൈവമേ ഗൈസ്, ചെറിയൊരു പോസ്റ്റ് ഉണ്ട്. ഞാനിപ്പോൾ നേരെ ചെല്ലുന്ന പോലീസ് സ്റ്റേഷൻ്റെ വാതിക്കലോട്ടാ. അത് ഞാൻ ഓർത്തില്ല. ഈ വഴി നേരെ പോലീസ് സ്റ്റേഷൻ്റെ അങ്ങോട്ടാണ് പോകണം വേണ്ടേ? അതൊക്കെ പോയാലും പക്ഷെ അമ്മ കൈ കാണിച്ച് ഞാൻ സീനാവുമല്ലോ. വേണ്ട, വേഗം പറ്റത്തില്ല. നമ്മുടെ സമയക്കേടന് എങ്ങാനും കൺട്രോൾ റൂമിൽ വെഹിക്കിൾ കിടപ്പുണ്ടെങ്കിൽ തീർന്നു. ഇരിക്കുന്നതിൻ്റെ വല്ല ആയിരിക്കും, അല്ലാണ്ട് വരണം നോക്കില്ല. കൺട്രോൾ റൂം വെഹിക്കിൾ. ഹലോ, ഞാനിപ്പോൾ നോക്കിയ വഴിയില്ലേ, നമ്മൾ ആദ്യമേ വന്ന വഴിയെ വന്നിരുന്നെങ്കിൽ അങ്ങോട്ടായിരിക്കും വരുന്നത് നേരെ. കറക്റ്റ് അവിടെ കൺട്രോൾ റൂം വെഹിക്കിൾ കിടപ്പുണ്ട്. ഞാനിപ്പോൾ അതിലെ വന്നിരുന്നെങ്കിൽ പെട്ടുപോയാലും ഉറപ്പാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ വന്ന് നമ്മുടെ വണ്ടി അഴിച്ചിട്ടുണ്ട്. അത് അഴിച്ച് കട്ടും ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ കട്ട് ചെയ്തത് കേട്ടോ. ഇവിടുന്ന് കട്ട് ചെയ്ത് കിറ്റിൽ ഓവർ ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പം താഴോട്ട് വെച്ച് നമ്മൾ അത് ടൈറ്റ് അടിക്കും. എന്നിട്ട് ഇവിടെ കറക്റ്റ് അത് ഫുള്ള് സ്ട്രോങ് ആകാനുള്ള വകുപ്പെല്ലാം നമ്മൾ ഉണ്ടാക്കും. പിന്നെ ഉള്ളത് ബാക്കിൽ ടെയിൽ സൈഡിൽ വെക്കാനുള്ള സെറ്റപ്പിന് വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെയാണ് പരിപാടി. അപ്പം എല്ലാം കൂടെ കഴിഞ്ഞിട്ട് ചെറിയൊരു വൈൻഡപ്പ് പോയാൽ കാണിക്കാം. എന്തൊക്കെ ചെയ്തു, എന്താ വ്യത്യാസം വരാൻ പോകുന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എങ്ങനെ ഇരിക്കണം? കാണുന്നുണ്ടോയെന്ന് അറിയത്തില്ല. നമ്മളിത് വെള്ളം അടിച്ചിട്ടുണ്ടോ? പറയപ്പെടുന്നുണ്ട്. സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട്. അങ്ങനെ നിസ്സാരത്തിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ക സ്ട്രോങ് ആണ്. കിറ്റ് വെക്കാനുള്ള രീതിയിൽ തന്നെ വെച്ചേക്കുന്നത്. ഓക്കെ, ഇനിയും ബാക്കി സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം.